കുറച്ചേറെ നാളുകൾക്ക് ശേഷമാണ് ഒരു ഫുൾ ലെങ്ത് മൂവി സമ്മറി വീഡിയോ ഇടുന്നത്. ഇന്നീ നിമിഷം 3000-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എല്ലാവർക്കും നന്ദി. അതിൽ എത്ര പേര് ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഇട്ടാൽ കാണുമെന്നുള്ള ഒരു എക്സ്പെരിമെന്റ് കൂടിയാണ് ഈ വീഡിയോ. ഇമ്രാൻ ഹഷ്മി, വിദ്യാബാലൻ അഭിനയിച്ച ഒരു ഡാർക്ക് ഹ്യൂമർ ത്രില്ലർ മൂവിയാണ് ഗൺചക്കർ. ഇന്ന് അതിന്റെ സമ്മറി നോക്കാം. സഞ്ജു ആത്രേ, നീതു ആത്രേ ഒരു മാരീഡ് കപ്പിളാണ്. അത്ര സ്ട്രെയിറ്റ് കപ്പിളൊന്നും അല്ല. അവരെന്തൊക്കെയോ കൊനഷ്ടൊക്കെ ഒപ്പിച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. ഇനിയും കുറച്ചു വർഷം സുഖമായിട്ട് ജീവിക്കാനുള്ള പൈസ രണ്ടുപേരുടെയും കയ്യിലുണ്ട്. പക്ഷേ മനുഷ്യർക്ക് തൃപ്തിയാവില്ലല്ലോ ഒരിക്കലും. ഒരു ദിവസം രാത്രി സഞ്ജുവിനൊരു കോള് വരുന്നു. 10 കോടി രൂപയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തിരിച്ചു വിളിക്കാൻ പറയുന്നു. അങ്ങനെ സഞ്ജു പരിചയപ്പെടുന്ന രണ്ടുപേരാണ് പണ്ഡിറ്റ്, ഇദ്രിസ്. 3 പേരുടെ പ്ലാൻ പ്രകാരം ABI ബാങ്കിന്റെ ലോക്കറിൽ നിന്ന് 30 കോടി രൂപയാണ് മോഷ്ടിക്കുന്നത്. 3 മാസങ്ങൾക്ക് ശേഷം പൈസ വീതിക്കാം, അല്ലെങ്കിൽ പോലീസിന് സംശയം തോന്നുമെന്ന് പറഞ്ഞ് സഞ്ജുവിന്റെ കയ്യിൽ പൈസ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു. സഞ്ജു ആകട്ടെ പണം മുഴുവൻ ഭദ്രമായി എവിടെയോ സൂക്ഷിച്ചു വെക്കുന്നു. എവിടെയാ വെച്ചതെന്ന് ഭാര്യയായ നീതുവിനോട് പോലും പറയുന്നില്ല. തുടർന്ന് ഒരു ആക്സിഡന്റിൽ സഞ്ജുവിന്റെ ഓർമ്മ നഷ്ടമായി. പണം എവിടെയാ വെച്ചതെന്ന് പോയിട്ട് ഈ പണ്ഡിത്തും ഇദ്രിസും ആരാണെന്ന് പോലും സഞ്ജുവിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാര്യങ്ങളൊക്കെ അറിഞ്ഞ പണ്ഡിതും ഇദ്രിസും സഞ്ജുവിന്റെ വീട്ടിലായി താമസം. ഒരാഴ്ചയ്ക്കുള്ളിൽ പണം എവിടെയാണ് സൂക്ഷിച്ചു വെച്ചതെന്ന് പറഞ്ഞു തന്നില്ലെങ്കിൽ രണ്ടുപേരെയും തട്ടിക്കളയുമെന്നായി അവരുടെ ഭീഷണി. സഞ്ജുവിന്റെ ആദ്യ സംശയം പോയി നിന്നത് ബെസ്റ്റ് ഫ്രണ്ട് ഉത്തമിലാണ്. ഉത്തം ആകട്ടെ ഒറ്റ രാത്രി കൊണ്ട് ലോട്ടറി അടിച്ച് ഇപ്പൊ കോടീശ്വരനായി വലിയ ഫ്ളാറ്റിലൊക്കെയാണ് താമസം. ബാങ്കിൽ കാര്യങ്ങൾ തിരക്കുന്ന സഞ്ജുവിന് തന്റെ അക്കൗണ്ട് സഞ്ജുവിന്റെയും നീതുവിന്റെയും പേരിലുള്ള ഒരു ജോയിന്റ് അക്കൗണ്ട് ആണെന്നും എന്നാൽ ലോക്കറിന്റെ ആക്സസ് നീതുവിന് മാത്രമാണുള്ളതെന്നും മനസ്സിലാക്കുന്നു. ഒരു മാടക്കടയുടെ മുമ്പിൽ വെച്ച് സഞ്ജുവിനെ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ തിരിച്ചറിയുന്നു. താങ്കളുടെ ഭാര്യ അന്നൊരു വീട് നോക്കാൻ വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഏത് വീട്, എനിക്കെങ്ങും അറിയില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് അയാൾ പറയുന്നത്, അയ്യോ സാറല്ല വന്നത്, സാറിന്റെ ഭാര്യയോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ടായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ സഞ്ജുവിന്റെ സംശയം ഇരട്ടിക്കുന്നു. സഞ്ജു ടാക്സിയിലിരിക്കുമ്പോൾ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരുന്നു. മര്യാദയ്ക്ക് പൈസ എവിടെ ഉണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്യും. നിങ്ങളാണ് ബാങ്ക് കൊള്ളയടിച്ചതെന്ന് എനിക്കറിയാം. നിന്നെയും നിന്റെ കൂടെയുള്ളവരെ എല്ലാവരെയും ഞാൻ അകത്താക്കും എന്നയാൾ ഭീഷണിപ്പെടുത്തുന്നു. വളരെ കാഷ്വലായിട്ട് കൈമുട്ട് വിൻഡോയുടെ പുറത്തേക്ക് വെച്ചിരുന്ന സഞ്ജുവിനോട് അയാൾ പറയുന്നു, കൈ അകത്തേക്ക് എടുത്തോളൂ, വളരെ തിരക്കുള്ള റോഡാണ്, എന്തെങ്കിലും പറ്റിയാൽ. അതായത് സഞ്ജുവിനെ വളരെ അടുത്തു നിന്ന് അയാൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നർത്ഥം. സഞ്ജുവിന്റെ മറവി കൂടിക്കൂടി ഇപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന സ്ത്രീയോട് എന്റെ ഫ്ലോർ ഏതാണ്, ഏത് ഫ്ലാറ്റ് നമ്പറാണ് എന്ന് ചോദിക്കേണ്ട അവസ്ഥ. വീട്ടിലെത്തിയ സഞ്ജുവിനൊരു ഭീഷണിക്കത്ത് കിട്ടുന്നു. അതിൽ ഭാര്യയെ ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിൽ കയറുക എന്ന് പറഞ്ഞ് ട്രെയിനിന്റെ ഡീറ്റെയിൽസും മറ്റും കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് നീതുവിന് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ്. അത് കാണുന്ന സഞ്ജു ഉറപ്പിക്കുന്നു തന്റെ ഭാര്യ തന്റെ കൂട്ടുകാരന്റെ അടുത്തേക്ക് ഒളിച്ചോടുകയാണ്. അവരുടെ കയ്യിലാണ് പണം മുഴുവൻ ഉള്ളത്. എന്തായാലും രാത്രി പറഞ്ഞ സമയത്ത് സഞ്ജു ട്രെയിനിലെ ബോഗിയിൽ കയറുന്നു. അവിടെ വെച്ച് സഞ്ജു നീതുവിന്റെ പ്ലാൻസ് ഇദ്രിസിനോടും പണ്ഡിതിനോടും പറയുന്നു. തന്റെ കൂട്ടുകാരനായ ഉത്തമിനോടൊപ്പം പൈസയും എടുത്ത് ഇവൾ നമ്മളെ എല്ലാവരെയും വഞ്ചിച്ച് കടന്നു കളയാനുള്ള പ്ലാനാണ്. ഇതൊക്കെ കേട്ട നീതുവിന് കയ്യിൽ നിന്ന് പോയി. ദേഷ്യവും സങ്കടവും ഒക്കെ സഹിക്കാൻ വയ്യാതെ നീതു ദേഷ്യപ്പെടുന്നു. അന്ന് യാദൃശികമായിട്ടാണ് ഉത്തമിനെ ഫ്ളാറ്റിനടുത്ത് വെച്ച് കാണുകയും ഫ്ളാറ്റ് കാണാൻ അയാളെ കൂടെ കൂട്ടുകയും ചെയ്തത്. ഇപ്പോൾ അവൾ ലണ്ടനിലേക്ക് എടുത്ത ടിക്കറ്റ് തന്നെ അവളുടെ അനിയത്തെ കാണാൻ പോകാനാണ്, അല്ലാതെ ഉത്തമുമായി തനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് അവൾ പറയുന്നു. എന്നാൽ ഓർമ്മ മുഴുവൻ നഷ്ടപ്പെട്ട സഞ്ജു പറയുന്നത് നീതുവിന് അങ്ങനെ ഒരു അനിയത്തിയേ ഇല്ല എന്ന്. ഇതിലിപ്പോ ഇവരിൽ ആര് പറയുന്നത് വിശ്വസിക്കണമെന്നറിയാതെ പണ്ഡിത്തും ഇദ്രിസും ആകെ കുഴഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് സഞ്ജുനെ ഇത്രയും ദിവസവും ഫോൺ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരുന്ന 3ാമത്തെ വില്ലന്റെ എൻട്രി. അയാൾ കയറി വന്ന പാടെ ചോദ്യവും ഇല്ല ഉത്തരവും ഇല്ല, ഇദ്രിസിനെ ആദ്യം തന്നെ വെടിവെച്ച് കൊല്ലും. പിന്നാലെ പണ്ഡിറ്റിനെയും. സഞ്ജുവിനെ തോക്കിൻമുനയിൽ നിർത്തിക്കൊണ്ട് ചോദിക്കും, ഇനിയും പണം തന്നില്ലെങ്കിൽ നിന്നെയും കൊല്ലും, ഇവളെയും കൊല്ലും. അയാളെ നമുക്ക് വില്ലൻ എന്ന് വിളിക്കാം. ശരിക്കും ഈ ബാങ്ക് കൊള്ളയടിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ വില്ലന്റേതായിരുന്നു. അയാളായിരുന്നു പണ്ഡിറ്റിനെ ഇദ്രിസിനെയും സഞ്ജുവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതും. സ്വയരക്ഷയ്ക്കായിട്ട് സഞ്ജു തന്റെ പോക്കറ്റിൽ കൈയിട്ട് ഒരു ഫോർക്ക് പുറത്തെടുത്തു. അത് കണ്ട് അയാൾക്ക് ചിരി അടക്കാനായില്ല. ഒരു ഫോർക്കുമായിട്ടാണോ നീ എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നതെന്ന് ചോദിച്ച് അയാൾ കളിയാക്കും. നീതുവിനെയും സഞ്ജുവിനെയും മാറി മാറി അയാൾ തോളിലും കാലിലും വെടിവെച്ചു. എങ്ങനെയെങ്കിലും ടോർച്ചർ ചെയ്ത് അവരെയും കൊണ്ട് സത്യം പറയിക്കുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം. ഇതിനിടയിൽ എപ്പോഴോ നീതുവിന്റെ ബോധം പോകുന്നു. സഞ്ജുവിനാണെങ്കിൽ ഓർമ്മ പൂർണ്ണമായി നഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തിനാണ് ഈ പാവം സ്ത്രീയെ വെടിവെക്കുന്നത് എന്നായി ചോദ്യം. അതായത് നീതു തന്റെ ഭാര്യയാണെന്നുള്ളത് പോലും സഞ്ജു മറന്നു തുടങ്ങിയിരിക്കുന്നു. ഇത്രയും ഓർമ്മയും ബോധവും ഇല്ലാത്തൊരുത്തനെയും കൊണ്ട് ഇനി എനിക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന് മനസ്സിലാക്കിയ വില്ലൻ അയാളെ അവിടെ ഉപേക്ഷിച്ച് പോകാൻ ഒരുങ്ങുന്നു. പക്ഷെ പോകും മുമ്പ് സഞ്ജുവിന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് അയാളുടെ പേഴ്സും ഫോണും എല്ലാം മാറി പുറത്തിടുന്നു. അവന്റെ ഐഡന്റിറ്റി തന്നെ ഇല്ലാതാക്കുക എന്നായിരിക്കും ലക്ഷ്യം. അങ്ങനെ തപ്പുമ്പോഴാണ് പോക്കറ്റിൽ നിന്ന് ഒരു പഴം കിട്ടുന്നത്. അത് കണ്ടിട്ട് വീണ്ടും അയാൾക്ക് ചിരി വരുന്നു.
ആദ്യം ഫോർക്ക് പിന്നെ പഴം, ഇതൊക്കെയാണോ നിന്റെ ആയുധങ്ങളെന്ന് അയാൾ കളിയാക്കി ചോദിച്ച് എന്തായാലും ആ പഴം കഴിച്ച് തൊലി അയാൾ അവിടെ കളഞ്ഞു. അടുത്ത സ്റ്റേഷനിൽ വില്ലൻ ഇറങ്ങി പോകാൻ ഒരുങ്ങുന്നു. അപ്പോഴാണ് സഞ്ജുവിന്റെ ഫോൺ അടിക്കുന്നത്. സഞ്ജുവിനെ ഇടയ്ക്കിടെ അമ്മ വിളിക്കാറുണ്ട്. അമ്മയാണ് ഇപ്പോഴും വിളിക്കുന്നത്. എപ്പോ വിളിച്ചാലും അമ്മയ്ക്ക് ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ, മോൻ ഹാപ്പി അല്ലേ? അതല്ലാട്ടോ, മോൻ കഴിച്ചോ, മോന് സുഖാണോ, ഇതൊക്കെ തന്നെ. പിന്നെ മരുമോളുടെ കുറച്ച് കുറ്റവും. ഇത് കേൾക്കാൻ വയ്യാതെ എപ്പോ വിളിച്ചാലും സഞ്ജു ഫോൺ കട്ട് ചെയ്യാറാണ് പതിവ്. ഇപ്രാവശ്യം ഫോൺ വിളിച്ചപ്പോൾ സഞ്ജുവിന് തന്റെ അമ്മയെ പോലും ഓർമ്മയില്ല. ഫോൺ സ്പീക്കറിലാണ്. അമ്മ സഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ ഇവിടെ ഒരു പെട്ടി കൊണ്ട് വെച്ചിട്ടില്ലേ, എന്നാണ് നീ അത് തിരിച്ചെടുത്തോണ്ട് പോകുന്നത്? ഇവിടെ ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാനൊക്കത്തില്ല. അത് കേട്ട സഞ്ജുവിന് ഒരു ഓർമ്മയില്ല. സഞ്ജു ചോദിക്കുന്നു, ഏത് പെട്ടി, നിങ്ങൾ ആരാ, എന്തിനാ എന്നെ വിളിക്കുന്നത് എന്നൊക്കെ. അമ്മയുടെ സഞ്ജുവിന്റെയും കോൺവെർസേഷൻ കേട്ട് മൂവ് ചെയ്ത് തുടങ്ങിയ ട്രെയിനിലേക്ക് വില്ലൻ ചാടി കയറുന്നു. കാല് വെച്ചതാവട്ടെ നേരത്തെ എറിഞ്ഞ പഴത്തൊലിയിലേക്ക്. പഴത്തൊലിയിൽ കാല് സ്ലിപ്പായി കഴുത്ത് വന്ന് നേരെ കൊള്ളുന്നത് നേരത്തെ വീണ് കിടന്ന് സഞ്ജുവിന്റെ ഫോർക്കിലേക്കും. അങ്ങനെ വില്ലൻ കളിയാക്കി പറഞ്ഞ ഫോർക്കും ബനാനയും ഇത് രണ്ടും ഉപയോഗിച്ച് തന്നെ വില്ലന്റെ ജീവൻ പോയി. നീതുവിന് ചെറുതായിട്ട് ബോധം വരുന്നുണ്ട്. അവൾ കണ്ണു തുറന്ന് സഞ്ജുവിനെ നോക്കി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്ന കാണിച്ചാണ് സിനിമ അവിടെ അവസാനിക്കുന്നത്.